നിശീ വിഭൂഷിതകരാൽ നവനീരദാവാൽ പീതാംബരാൽ അർണബിംബഫലാദരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം ത്രിപഞ്ചാശത്തമോധ്യായ 53-ാമത്തെ അധ്യായം. ശ്രീശുക ഉവാച വൈദവ്യാസതു സന്ദേശം നിശമ്യ യദുനന്ദന പ്രഗൃഹ്യ പാണിനാവാണിം പ്രഹസന്നിതമബ്രവീൽ. ശ്രീശുബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുകയാണ്, ഇപ്രകാരം രുക്മിണി സന്ദേശം കേട്ട യദുനന്ദനായിട്ടുള്ള ഭഗവാൻ ആ ബ്രാഹ്മണന്റെ കൈ പിടിച്ച് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം ആ ബ്രാഹ്മണനോട് പറഞ്ഞു. ശ്രീ ഭഗവാനുവാച തഥാഹമപി തച്ചിത്തോ നിദ്രാം ചലവേ നിശി ഏതാഹം രുക്മിണാദ്വേഷൻ മമോദ്വാഹോ നിവാരിത തം ആനയിഷ്യ ഉന്മത്യ രാജന്യാപസദന്മൃതേ മത്പരം അനവദ്യാംഗിം ഏതസോഗ്നിശിഖാമിവ. ഭഗവാൻ എന്താണ് ആ ബ്രാഹ്മണനോട് പറഞ്ഞത് നോക്കൂ. ആ രുക്മിണിയുടെ അതേ ആഗ്രഹത്തോടു കൂടിയവനാണ് ഞാനും. രുക്മിണിയെ പറ്റിയിട്ട് പറയുകയാണ് തഥാഹമപി തച്ചിത്തോ എന്ന് മാത്രമല്ല, രുക്മിണിയെ പറ്റി ചിന്തിച്ചിട്ട് എനിക്ക് രാത്രി ഉറക്കം വരാറില്ലാന്ന്. നിദ്രാം ചലഭേ നിശി എന്നാണ് കേട്ടോ. എനിക്കറിയാം വേദാഹം ആ രുക്മിണ എന്നോടുള്ള ദേഷ്യം കൊണ്ട് മാത്രം ആ രുക്മിണിയുടെ സഹോദരൻ രുക്മി മമോദ്വാഹോ നിവാരിത രുക്മിണി ഞാനുമായിട്ടുള്ള വിവാഹം മുടക്കിയിരിക്കുകയാണ്. എന്നാലോ ഞാൻ താം ആനയിഷ്യ ഉന്മത്യ ഞാൻ വേഗം തന്നെ ആ ദുഷ്ടരാജാക്കന്മാരെ എല്ലാവരെയും യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് നിഷ്കളങ്കയായിട്ടുള്ള എന്നിൽ താല്പര്യമുള്ളവളായിട്ടുള്ള ആ രുക്മിണിയെ വിറകിൽ നിന്ന് അഗ്നി എടുക്കും പോലെ ഏതസോ അഗ്നിശിഖം അഗ്നി എടുക്കും പോലെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും. ശ്രീശുവാച ഉദ്വാഹർക്ഷം ച വിജ്ഞായ രുക്മിണ്യാ മധുസൂദന രഥ സംയുജ്യതാമാശു ദാരുകേത്യാഹസാരഥിം. പിന്നീട് ശ്രീശുബ്രഹ്മർഷി പറയുകയാണ് രുക്മിണ്യാ ഉദ്വാഹർഷം ച വിജ്ഞായ, അതായത് രുക്മിണിയുടെ വിവാഹം നിശ്ചയിച്ചു അടുത്തന്നെയായി എന്നുള്ള മനസ്സിലാക്കിയിട്ടുള്ള ഭഗവാൻ മധുസൂദന മധുവിനെ നിഗ്രഹിച്ചുള്ള ഭഗവാൻ ദാരുക ദാരുക തൻ്റെ തേരാളിയല്ല ദാരുവിനോട് പറയുകയാണ് വേഗം എൻ്റെ തേര് കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറയുകയാണ്. അത് വേഗം എടുത്തുകൊണ്ട് വന്ന് സരാശ്വൈ ശൈബ്യസുഗ്രീവ മേഘപുഷ്പവലാഹകൈ യുക്തം രഥം വാനീയ ഹസ്തൗ പ്രാഞ്ജലിരഗ്രത. വേഗം തന്നെ സാരഥി ദാരുകൻ ശൈബ്യം സുഗ്രീവ മേഘപുഷ്പ വരാഹക അതൊക്കെ ഭഗവാന്റെ തേരിലെ കുതിരകളുടെ പേരുകളാണ്. ഈ 4 കുതിരകളാൽ കൂട്ടിക്കൊണ്ട് വന്നുള്ള രഥം മുമ്പിലാണ് കൊണ്ടുവന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ പ്രാഞ്ജലി അഗ്രതസ്തസ്ഥവും ഭഗവാന്റെ മുമ്പിലാണ് വന്ന് നിന്നു. പെട്ടെന്ന് ആരുഹ്യസ്യന്തനം ശൗരിർ ദ്വിജമാരോപ്യതൂർണകൈ ആനർത്താദേകരാത്രേണ വിദർഭാനകമൽ ഹയൈ. ഭഗവാൻ വേഗം തന്നെ ശൗരി ദ്വിജം സ്യന്തനം ആരോപ്യ ബ്രാഹ്മണനെയും തൻ്റെ കൂടെ തൻ്റെ തേരിൽ കയറ്റിയിരുത്തിയിട്ട് താനും കയറി ഇരുന്നിട്ട് തൂർണകൈ അതിവേഗത്തിൽ പോകുന്ന കുതിരകളാൽ നയിക്കപ്പെട്ട തേരിൽ ഒറ്റ രാത്രി കൊണ്ട് ആനർത്താൽ വിദർഭാനകമൽ. ഈ ആനർത്ഥത്തിൽ നിന്ന്, അതായത് ഈ കുശസ്ഥലിയിൽ നിന്ന് ഈ ആനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വാരക ദ്വീപാണ്. ദ്വാരകയുടെ ഉള്ള വൻകരയ്ക്കാണ് ആനർത്ഥം എന്ന് പറയുക. അവിടുന്ന് വിദർഭം എന്ന് പറഞ്ഞാൽ മധ്യഭാരതത്തിൻ്റെ അടുത്താണ് ഏകദേശം. അത്രയും ദൂരം അവിടേക്ക് ഒറ്റ രാത്രി കൊണ്ട് വേഗത്തിൽ അങ്ങോട്ട് എത്തി എന്ന് പറയുകയാണ്. രാജാസകുണ്ടിനപതി പുത്രസ്നേഹവശം ഗത ശിശുപാലായ സ്വാം കന്യാം ദാസ്യൻ കർമ്മണ്യകാരയൽ. സമയത്ത് കുണ്ടിനപതി സരാജ കുണ്ടിനപുരത്തിൻ്റെ അധിപനായിട്ടുള്ള ഭീഷ്മകൻ എന്നുള്ള രാജാവ്
പുത്രസ്നേഹവശങ്കത, തൻ്റെ പുത്രനോടുള്ള സ്നേഹം കാരണം അവന് വഴങ്ങിയവനായിട്ട് സ്വാം കന്യാം ശിശുപാലായ ദാസ്യൻ കർമാണി ഹാരയൽ. ഏതായാലും തൻ്റെ പുത്രൻ്റെ വാക്കുകളെ മാനിച്ച് അവനോട് വഴങ്ങിയിട്ട് തൻ്റെ പുത്രിയായിട്ടുള്ള രുക്മിണിയെ ശിശുപാലിന് കൊടുക്കാനായിട്ട് അതിനുവേണ്ടിയുള്ള കർമ്മങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുകയാണ്. എന്നിട്ടോ പുരം സംസൃഷ്ടസംസിക്തമാർഗരഥ്യാ ചതുഷ്പഥം ചിത്രധ്വജപതാകാഭിർതോരണൈः സമലംകൃതം സ്രഗ്ഗന്ധമാല്യാഭരണൈർ വിരജോ അംബരഭൂഷിതൈ ജുഷ്ടം സ്ത്രീപുരുഷൈ ശ്രീമൽ ഗൃഹൈരരുധൂവിതൈ. സംസൃഷ്ട സംസിക്ത മാർഗരഥ്യാ ചതുഷ്പദം. എല്ലാ രാജവീതികളും അതുമാതിരി നാൽക്കവലുകളൊക്കെ ഉണ്ടല്ലോ അടിച്ചു വാരി മെഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങനെയാണ് ചിത്രധ്വജ പതാക പലതര നിറത്തിലും ചിത്രങ്ങളൊക്കെ പഠിച്ചുള്ള കൊടിക്കൂറകളാലും തോരണങ്ങളാലും നന്നായിട്ട് അലങ്കരിക്കപ്പെട്ടുള്ള നഗരത്തെ ശ്രഗന്ധമാല്യ ആഭരണം, നല്ല സുഗന്ധ പുഷ്പങ്ങളെ കൊണ്ടുള്ള മാലകൾ ആഭരണങ്ങളൊക്കെ എന്നൊക്കെ ധരിച്ചുള്ള അനവധി സ്ത്രീ പുരുഷന്മാരാൽ അങ്ങനെ തിങ്ങി നിറഞ്ഞുകൊണ്ടുള്ള നഗരവീഥികളായി തീർന്നു പറയുകയാണ് കേട്ടോ. തിങ്ങി നിറഞ്ഞുകൊണ്ടുള്ളത് അകരുദൂപിതൈ ശ്രീമൽ അവരുടെയൊക്കെ പുരത്തിലുള്ള എല്ലാ ഗൃഹങ്ങളിലും നല്ല ചന്ദനവും അകിലൊക്കെ പോച്ചുള്ള ഗന്ധങ്ങളെ കൊണ്ട് അങ്ങനെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഗൃഹങ്ങളായിട്ട് അങ്ങനെ ശോഭിച്ചു ആ കുന്തിനപുരിയിലുള്ള എല്ലാ ഗൃഹങ്ങളും. പിതൃദേവൻ സമഭ്യർത്യ വിപ്രാംശ്ച വിധിവൽ നൃപ ന്യായം വാചയാമാസ മംഗളം. മംഗളകർമ്മങ്ങളുടെ ഇതിനൊക്കെ വേണ്ടിയിട്ട് പരീക്ഷിത്തെ അദ്ദേഹം വിധിവൽ വേണ്ടവർ വിധിപ്രകാരം പിതൃൻ ദേവാൻ പിതൃക്കളെ ദേവന്മാരെ അവർക്കുള്ള യജ്ഞങ്ങളൊക്കെ നടത്തി അതിനുശേഷം വിപ്രാൻ യഥാന്യായം ബ്രാഹ്മണരൊക്കെ വേണ്ട രീതിയിൽ സൽക്കരിച്ച് അവർക്ക് കാലഴിച്ചു വിട്ടൊക്കെ ചെയ്തിട്ട് മംഗളം വാചയാമാസ് അവരെ കൊണ്ട് പുണ്യാഹവാദനൊക്കെ നടത്തിച്ചു. സുസ്നാദം സുതീം കന്യാം കൃതകൗതുകമംഗളം ആദാംശുകയുഗ്മേന ഭൂഷിതാംഭൂഷണോത്തമൈ. ആ രുക്മിണി ദേവിയെ നന്നായിട്ട് മംഗളസ്നാനം ചെയ്യിച്ചിട്ട് അഹതാംശുകയുഗ്മേന നല്ല 2 കോടി പുടവകളൊക്കെ ഉടുപ്പിച്ചിട്ട് ഭൂഷണോത്തമൈ ഭൂഷിതാം ശ്രേഷ്ഠമായിട്ടുള്ള ആഭരണങ്ങളാൽ അലങ്കൃതയാക്കിയിട്ടുള്ള സുതതീം കന്യാം സുന്ദരിയായിട്ടുള്ള തൻ്റെ പുത്രിയെ കൃതകൗതുകമംഗളാം അകാരയ മംഗളാചരണത്തിനായിട്ടുള്ള ആ വിവാഹത്തിന് മുമ്പുള്ള ചടങ്ങുകളുണ്ടല്ലോ അതിനൊക്കെ ഒരുക്കി. ചക്രു സാമർഗ്യജുർമന്ത്രൈർബദ്ധ്വാ രക്ഷാം ദ്വിജോത്തമ പുരോഹിതാധർവവിദ്വൈ ജുഹാവ ഗ്രഹശാന്തയേ. ദ്വിജോത്തമ ബ്രാഹ്മണശ്രേഷ്ഠന്മാര് സാമർഗ്യ ഋജുമന്ത്രൈ സാമർഗ്യ യജുർമന്ത്രൈ സാമവേദം ഋഗ്വേദം യജുർവേദം എന്നീ മന്ത്രങ്ങളൊക്കെ ഉണ്ടാക്കാം. വധ്വാ രക്ഷ വധുവിനുള്ള ആ രക്ഷകളൊക്കെ ചെയ്തു. അതിനുശേഷം അഥർവവേദത്തിനായിട്ടുള്ള പുരോഹിതൻ തന്നെ ഗൃഹശാന്തിക്ക് വേണ്ടിയിട്ട് ഹോമങ്ങളൊക്കെ കഴിച്ചു. ജുഹാവ ഹിരണ്യരൂപ്യവാസാംസി തിലാംശ്ച ഗുണമിശ്രിതൻ പ്രാതാൽ ധേനുശ്ച വിപ്രേഭ്യോ രാജാ വിധിവിദംബര. അങ്ങനെ ഈ ഇദ്ദേഹം രാജാവ് എങ്ങനെയാണ് വിധിവിദംബര, അതായത് എന്തൊക്കെ വിധികളെന്ന് അറിയുന്നവരിൽ വെച്ച് ശ്രേഷ്ഠനാണ് ഇദ്ദേഹം. അതാണ് വിധിവിദംബര. അങ്ങനെയുള്ള ഭീഷ്മക രാജാവ് ഹിരണ്യരൂപ്യ വാസാംസി സ്വർണം വെള്ളി വസ്ത്രങ്ങൾ എന്ന് കൊടുത്തിട്ട് അതുമാതിരി ഗുണമിശ്രിതാൻ തിലാംചാൽ ശർക്കര ചേർത്തുള്ള എള്ള്, അത് പിന്നെയോ എള്ളുണ്ടകൾ, പിന്നെയോ ധേനൂച്ച പശുക്കള്, ഇതൊക്കെ ആ മഹാബ്രാഹ്മണർക്ക് ധാരാളമായിട്ട് ദാനം ചെയ്തു. ഏവം ചേരിപതി രാജ ദമഘോഷ സുതായ വൈ കരയാമാസ മന്ത്രജ്ഞൈ സർവമഭ്യുദയോരിതം. ഈ സമയത്ത് തന്നെ ചേരി രാജ്യത്തിലെ അധിപതിയായിട്ടുള്ള ദമഘോഷൻ, ആ ദമഘോഷന്റെ പുത്രനാണ് ഈ ശിശുപാലിനി. അപ്പോൾ അദ്ദേഹം തൻ്റെ പുത്രൻ്റെ അഭ്യുദയത്തിന് വേണ്ടിയിട്ടുള്ള ഉചിതമായിട്ടുള്ള പ്രവൃത്തികൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം മന്ത്രജ്ഞൈ ഏവം ഇതേ പ്രകാരത്തിൽ തന്നെ മന്ത്രജ്ഞന്മാരായിട്ടുള്ള മന്ത്രപരിജ്ഞാനുള്ള ബ്രാഹ്മണരെ കൊണ്ട് അദ്ദേഹവും വേണ്ട രീതിയിലുള്ള കർമ്മങ്ങളൊക്കെ നടത്തിച്ചു. മദച്യുത്പിർഗജാനീകൈസ്യന്ദനൈർഹേമമാലിഭി പത്യശ്ച സങ്കുലൈ സൈന്യൈ പരീതകുണ്ഡിനം യയൗ തം വൈ വിദർഭാധിപതി സമഭ്യത്യാഭിപൂജ്യ ച നിവേശയാമാസമുദാ കൽപ്പിതാന്യനിവേശനേ. എന്നിട്ടോ അവിടെ ആ
ചേദ്യരാജ്യത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം തൻ്റെ പുത്രന് വേണ്ടുള്ള ചടങ്ങുകളൊക്കെ ചെയ്ത് ധർമ്മഘോഷൻ. എന്നിട്ട് ശേഷം അദ്ദേഹം തൻ്റെ നല്ല മധുജലം ഒഴിക്കുന്ന പിടിയ ആ ആനകളോടൊക്കെ കൂടിയിട്ട് വേഗം തൻ്റെ തേരുകളിൽ ഏറിയിട്ട് ഇവിടെ കുണ്ടിനപുരത്തേക്ക് അങ്ങോട്ട് വന്നു. ആ ധർമ്മഘോഷനെയും അദ്ദേഹത്തിൻ്റെ പുത്രനാണല്ലോ ശിശുപാലിനെയും വരനായിട്ട് അദ്ദേഹത്തിനെയാണല്ലോ കരുതിയിരിക്കുന്നത്. അദ്ദേഹം അവനും ചതുരംഗ സേനയോട് കൂടിയിട്ട് സ്വീകരിച്ചു. ആര്? ഈ വിദർഭാധിപനായിട്ടുള്ള ഭീഷ്മകൻ നല്ല സന്തോഷത്തോടെ എഴുതി നിന്നിട്ട് സൽക്കാരങ്ങളൊക്കെ ചെയ്തു. വരന് നിശ്ചയിച്ചതിൽ നിന്ന് അന്യമായിട്ടൊരു കൊട്ടാരത്തിൽ പാർപ്പിച്ചു എന്നാണ്. അതാണ് നിവേശയാമാസ മുതാ കൽപ്പിത അന്യനിവേശനേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തത്ര ശൈലോജരാസന്തോ ദഗ്ധവക്ത്രോ വിധൂരത ആജഗ്മുർച്ചൈദ്യപക്ഷീയ പൗണ്ഡ്രകദ്യാ സഹസ്രജ. ഒപ്പം തന്നെ ശിശുപാലിൻ്റെ ചങ്ങാതിമാരും അതും അദ്ദേഹത്തിൻ്റെ പക്ഷത്തുള്ള ആൾക്കാരായിട്ടുണ്ടല്ലോ, സാൽവൻ, ജരാസന്ധൻ, ദന്തവക്രൻ, വിദൂരതൻ, പൗണ്ഡ്രകൻ തുടങ്ങിയിട്ടുള്ള അനവധി രാജാക്കന്മാർ എന്തെങ്കിലുമൊക്കെ അപകടമോ യുദ്ധമൊക്കെ ഉണ്ടായിച്ചാൽ ഇദ്ദേഹത്തിനെ സഹായിക്കുക എന്നുള്ള രീതിയിൽ തങ്ങളുടെ സൈന്യത്തോട് കൂടിയിട്ടാണ് അവിടെ അങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരും. ഇതൊക്കെ തലേന്ന് തന്നെ എത്തിണ്ടായിരിക്കണം. കൃഷ്ണരാമദ്വിഷോ യത്ത കന്യാം ചൈദ്യായ സാധിതും യദ്യാഗത്യാരേ കൃഷ്ണോ രാമാദ്യൈര്യതു വിർവൃത യോത്സ്യാമ സംഹതാസ്തേന ഇതി നിശ്ചിതമാനസാ സർവേ സമഗ്രബലവാഹന. ഇവരെല്ലാവരും, അതായത് ഈ ശിശുപാലപക്ഷക്കാരെല്ലാവരും എങ്ങനെയാണ്? കൃഷ്ണരാമദ്വിഷ, അവർക്ക് എല്ലാവർക്കും രാമകൃഷ്ണന്മാരോട് വലിയ ദേഷ്യമാണ്. അതങ്ങനെ അതിലാണ് അവർക്ക് എല്ലാവർക്കും ഒരേ ഒരു സ്വഭാവമുള്ളത്. അതാണ്. എന്നിട്ടോ കന്യാം ചൈദ്യായ സാധിതും, അതായത് അവർ ഈ വിവാഹം ശിശുപാലനായിട്ട് നടത്തിക്കൊള്ളുന്നത് നമ്മളുടെ ഒരു സഹായം കൊണ്ടേ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കടമയാണ്, അത് കർത്തവ്യമാണ് ചെയ്യേണ്ടത് എന്നുള്ള ഭാവത്തിലാണ് അവരെല്ലാവരും സൈന്യം കൊണ്ട് വന്നിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഭഗവാൻ രുക്മിണി വിവാഹം കഴിക്കണം എന്നുള്ളൊരു ഇങ്ങനെ ശ്രുതി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ ബലരാമനോടും മറ്റ് യാദവന്മാരോടൊക്കെ വന്നിട്ട് ഈ രുക്മിണിയെ അപഹരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ആ ശിശുപാലൻ്റെ ഭാഗത്ത് ചേർന്നത് കൊണ്ട് യുദ്ധം വേണ്ടി യുദ്ധം തന്നെ ചെയ്തിട്ട് അവരെ തോൽപ്പിച്ചിട്ട് ആ ശിശുപാലിനെ കൊണ്ട് തന്നെ രുക്മിണി വിവാഹം കഴിക്കണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്, വലിയ സൈന്യ വ്യൂഹത്തോടു കൂടിയിട്ടും വാഹനങ്ങളോട് കൂടിയിട്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. ശ്രുത്വൈതൽ ഭഗവാൻ രാമോ വിവക്ഷീയ നൃപോദ്യമം കൃഷ്ണം ചേകം ഗതം കർത്തും കന്യാം കലഹശങ്കിത ബലേന മഹദാസാർദ്ധം ഭ്രാതൃസ്നേഹപരിപ്ലുത ത്വരിത കുണ്ടിനം പ്രാഗൽ ഗജാശ്വരതപത്തിരി. ഇങ്ങനെ അനവധി ദേശങ്ങളിൽ രാജാക്കന്മാർ സേനയൊക്കെ കൂടിയിട്ട് അങ്ങനെ ഈ കുണ്ടിനപുരത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് കേട്ടപ്പോഴേക്കും ആരിത് കേട്ടു? ചാരന്മാരൊക്കെ പറഞ്ഞിട്ട് ബലരാമൻ ഇത് കേട്ടു എന്ന് പറയുകയാണ്. ഭഗവാൻ ബലരാമൻ ഇത് കേട്ടു എന്ന് മാത്രമല്ല ഇതും മനസ്സിലാക്കി. കൃഷ്ണൻ ഒറ്റയ്ക്കൊരു തേരിൽ അവിടേക്ക് പോയിട്ട് ഭഗവാൻ മനസ്സിലായി കൃഷ്ണൻ ഈ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പോയിരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് വേഗം ബലരാമൻ എന്ത് ചെയ്തു? ബലേന മഹതാസാർദ്ധം, വളരെ വലിയ കേമായിട്ടുള്ള തൻ്റെ സൈന്യത്തോട് കൂടിയിട്ട് എങ്ങനെയാണ് ഭ്രാതൃസ്നേഹപരിപ്ലുത, തൻ്റെ സഹോദരനായിട്ടുള്ള കൃഷ്ണനോടുള്ള ആ സ്നേഹം കൊണ്ട് വിവശനായിട്ട് എന്തെങ്കിലും കലഹം വന്നാൽ കൃഷ്ണന് എന്തെങ്കിലും ആപത്ത് വരരുത്, കൃഷ്ണനെ സഹായിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് അദ്ദേഹവും കുണ്ടിനപുരിയിലേക്ക് യാത്ര ചെയ്യും. ഭീഷ്മകന്യാവരാരോഹ കാംക്ഷന്ത്യാഗമനം ഹരേ പ്രത്യാപത്തിമപശ്യന്തി ത്രിയസ്യാചിന്തയൽ തഥാ. ഇങ്ങനെ ഓരോരോ ഒരുക്കങ്ങൾ ഇതൊക്കെ എന്നെ കൂടി ഇങ്ങനെ വരുമ്പോഴേക്കുണ്ടല്ലോ ആ വരാരോഹ ഭീഷ്മകന്യ, ആ ഉത്തമ കന്യകയായിട്ടുള്ള ഭീഷ്മകപുത്രിയായിട്ടുള്ള രുക്മിണി ഹരേ ആഗമനം കാംക്ഷന്തി, എപ്പോഴാണ് എൻ്റെ ഭഗവാൻ വരാതെ അങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല ദ്വിയസ്യ പ്രത്യാപത്തിം അപശ്യന്തി, ആ ബ്രാഹ്മണൻ താൻ അയച്ച സന്ദേശം അയച്ചുള്ള ബ്രാഹ്മണനെയും എൻ്റെ മടങ്ങി വരവും കൂടി കാണാണ്ടേ തഥാ ഇപ്പോൾ വല്ലാണ്ട് വിഷമിച്ചിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അഹോ പ്രിയാമന്തരിത ഉദ്വാഹോ മേൽപരാതസ നഗച്ഛത്യരവിന്ദാക്ഷോ നഹം വിജ്ഞത്ര കാരണം സോവി നാവർത്തതേദ്യാഭി മത്സന്ദേശഹരോ ദ്വിജ. അൽപരാതസ മേ ഉദ്വാഹ
ഒട്ടും ഭാഗ്യമില്ലാത്തവളായിട്ടുള്ള എൻ്റെ ആ കല്യാണം എന്നുള്ളതുണ്ടല്ലോ ഈ രാത്രി കഴിഞ്ഞാൽ നടക്കുക ഈ അരവിന്ദാക്ഷ ചെന്താമരക്കണ്ണനായുള്ള ഭഗവാൻ നാഗച്ഛതി ഇതുവരെ വന്നിട്ടില്ലല്ലോ. മത്സന്ദേശകര എൻ്റെ സന്ദേശം കൊണ്ട് പോയിട്ടുള്ള സദ്വിജ അഭി ആ ബ്രാഹ്മണൻ കൂടിയും ഇപ്പോഴും ആവർത്തവേ മടങ്ങി വന്നിട്ടില്ല. അത്ര ഇതിന് കാരണം അഹം നവേദ്നി എന്താ കാരണം എന്ന് എനിക്കറിയില്ലല്ലോ. മയ്യനവദ്യാത്മാ ദൃഷ്ട്വാ കിഞ്ചിൽ ജുഗുപ്സിതം മൽപാണിഗ്രഹണേ നൂനം നായാദിഹി കൃതോദ്യമാ. അനവദ്യാത്മാ യാതൊരു കളങ്കവും ഇല്ലാത്ത മനസ്സോടു കൂടിയിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ മയി കിഞ്ചിൽ ജുഗുപ്സിതം ദൃഷ്ട്വാ എന്നിൽ എന്തെങ്കിലും ഒരു ദൂഷ്യ അംശം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് മൽപാണിഗ്രഹണ എന്നെ വിവാഹം കഴിക്കാൻ കൃതോദ്യമ അഭി ഒരുങ്ങിയവനായിട്ട് പോലും നൂനെന്ന ആയാദിഹി വരാതിരിക്കുകയാണ്. തീർച്ചയായും എൻ്റെ എന്തെങ്കിലും കുറവുണ്ടെന്നോ എന്തെങ്കിലും കരുതിയിട്ടാവും അദ്ദേഹം വരാത്തത്. ദുർഭഗായാം നമേ ദാതാ നാനുകൂലോ മഹേശ്വര ദേവീ വാ വിമുഖാ ഗൗരീ ഗിരിജാസരി. ദൈവങ്ങൾക്ക് കൂടിയിട്ട് ആ ഭാഗ്യഹീനയായിട്ടുള്ള എന്നിൽ കാരുണ്യമില്ലാണ്ടേ പോയല്ലോ. മേ ദാത എന്നിൽ ബ്രഹ്മാവ് അനുകൂലമല്ല, മഹേശ്വരൻ സാക്ഷാൽ പരമേശ്വരനും അല്ല, ഗിരിജ സാക്ഷാൽ പാർവതീദേവിയല്ല, രുഗ്നപത്നി അതേണ ഗിരിജ രുദ്രാണി സതി ഗൗരീദേവി സാം പരമേശ്വരൻ്റെ പത്നിയായിട്ടുള്ള ആ ഹിമാലയ പുത്രിയായിട്ടുള്ള സതീദേവി ആയിട്ടുള്ള സാക്ഷാൽ പാർവതീദേവി കൂടി എന്നിൽ വിമുഖിയായിട്ട് വന്നിരിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുക, വിഷമിക്കുകയാണ്. ഏവം ചിന്തയതീ ബാല ഗോവിന്ദഹൃതമാനസ ജ്ഞമീലയത കാലജ്ഞാ നേത്രേ ചാശ്രുകലാകുലേ. ഗോവിന്ദഹൃതമാനസ ഇങ്ങനെ ഭഗവാനിൽ തന്നെ ഭഗവാനാൽ ഹരിക്കപ്പെട്ട മനസ്സോടുകൂടികളായിട്ട് അല്ലെങ്കിൽ ഭഗവാനിൽ തന്നെ ഉറച്ച മനസ്സോടുകൂടിയതായിട്ടുള്ള അവള് ഈ രുക്മിണി ദേവി കാലവിവരമുള്ളവളായിട്ടുള്ള ബാല ആ ബാലിക ഏവം ഇങ്ങനെ വിഷമിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകുലേനെ കണ്ണുനീരിൽ കുതിർന്ന് കലങ്ങിയ കണ്ണുകളെ ഒന്നങ്ങനെ അടച്ചു. ഏവം വദ്വാ പ്രതീക്ഷന്ത്യ ഗോവിന്ദാഗമനം നൃപ വാമ ഊരുർഭുജോ നേത്രം ആസ്ഫുരൻ പ്രിയഭാഷിണ. അപ്പോഴേക്കും നല്ല നല്ല നിമിത്തങ്ങൾ എന്നുള്ള രീതിയിൽ ആ രുക്മിണിയുടെ ഇടത്തെ കണ്ണ്, ഇടത്തെ തുട, ഇടത്തെ കൈ അതൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ തുടിക്കാൻ തുടങ്ങി. അതെങ്ങനെയാണ്? വദ്വാ പ്രിയഭാഷിണ, തനിക്ക് പ്രിയത്തെ പറയുകയാണെന്നുള്ള മട്ടില് ഇങ്ങനെ ആ ഗോവിന്ദ ആഗമനം ഇങ്ങനെ ഭഗവാനെ എപ്പോഴാണ് അവരെന്ന് കാത്തിരിക്കുന്ന രുക്മിണിക്ക് ഇങ്ങനെ ശുഭശകുനങ്ങൾ പലതും അങ്ങനെ തോന്നിക്കാതെ തുടങ്ങിയെന്ന് പറയുകയാണ്. ആ സമയത്ത് അത കൃഷ്ണവിനിർദിഷ്ട സേവ ദ്വിജസത്തമ അന്തഃപുരചരിം ദേവീം രാജപുത്രിം ദദർശ. ആ സമയത്ത് തന്നെ കൃഷ്ണ വിനിർദിഷ്ട ഭഗവാന്റെ സമീപത്തേക്ക് അയക്കപ്പെട്ടിട്ടുള്ള സ ഏവ ദ്വിജസ അതേ ബ്രാഹ്മണ ശ്രേഷ്ഠൻ അന്തഃപുരചരിം ദേവീം അന്തഃപുരത്തിനകത്ത് ഒതുങ്ങിക്കഴിഞ്ഞ ദേവിയായിട്ടുള്ള രാജപുത്രിയെ വന്നിട്ട് ദദർശ കണ്ടു. അതിശയം തന്നെ. എങ്ങനെയൊക്കെ വേഗം ബ്രാഹ്മണൻ കഥച്ച് ഓടി വന്ന് അന്തഃപുരത്തിൽ വന്നിട്ട് രുക്മിണീ ദേവിയെ കണ്ടു. എന്നിട്ട് എങ്ങനെയാണ്, അതായത് എന്താണ്, കൃഷ്ണ വിനിർദിഷ്ട, കൃഷ്ണായ വിനിർദിഷ്ട എന്നാണ് വിഗ്രഹം. അതായത് കൃഷ്ണനെ വിനിർദിഷ്ട എന്ന് അന്വേഷിച്ചാൽ കൃഷ്ണൻ്റെ മറുസന്ദേശമായിട്ട് എന്നും ആവാം. ഏതായാലും താൻ ഭഗവാനിലേക്ക് വേണ്ടിയിട്ട് അയച്ചുള്ള രണ്ട് രീതി അത് പറയാൻ പറയാണ്. താൻ അയച്ചുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠൻ തിരിച്ചു വന്നു ഭഗവാൻ അയച്ചുള്ള സന്ദേശത്തോടു കൂടി എന്നാവാം. സാത്തം പ്രഹൃഷ്ടവദനം അവ്യഗ്രാത്മഗതിം സരി ആലക്ഷ്യലക്ഷണാഭിജ്ഞ സമവിച്ഛൽ ശുചിസ്മിത. ലക്ഷണാഭിജ്ഞ സതി സാ, അതായത് ആ ലക്ഷണം കൊണ്ട് കാര്യം മനസ്സിലാക്കുന്നതാണ് ഈ രുക്മിണി ദേവി. ആ സാധ്യമായിട്ടുള്ള രുക്മിണി ദേവി പ്രഹൃഷ്ടവദനം അവ്യഗ്രാത്മഗതിം, അതായത് ആ ബ്രാഹ്മണന്റെ മുഖഭാവവും ശരീരഭാവവും ഒക്കെ കണ്ടിട്ട് തന്നെ തമാലക്ഷ്യ അധ്യാപകം മനസ്സിലായി. എന്താണ്? ശുചിസ്മിത, തോമന്തമാസം കൊണ്ട് തൂക്കിക്കൊണ്ട് സമപൃച്ഛൽ സംഗതികളൊക്കെ ചോദിച്ചു. അതായത് മനസ്സിലായി ബ്രാഹ്മണന്റെ വേഷവും ഭാവവും ഒക്കെ കൂടി കണ്ടപ്പോൾ മനസ്സിലായി
സന്തോഷമായി അദ്ദേഹം കാര്യം നടത്തിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള തസ്യാവേദയൽ പ്രാപ്തം ശശംസയതു നന്ദനം ഉക്തം ച സത്യവചനം ആത്മോപനയനം പ്രതി. യദുനന്ദനം പ്രാപ്തം, താൻ ഭഗവാന്റെ അടുത്ത് എത്തിച്ചെന്ന അല്ല ഭഗവാന്റെ അടുത്ത് താൻ പോയിട്ടും അദ്ദേഹത്തിനോട് വിവരങ്ങൾ പറഞ്ഞതും അത് കഴിഞ്ഞ് തൻ്റെ കൂടെ ആ ഭഗവാൻ ഇവിടെ വന്നിട്ടുള്ളതായുള്ള വിവരങ്ങളെല്ലാം ആ ബ്രാഹ്മണൻ രുക്മിണി ദേവിയോട് പറഞ്ഞു. ഇതിനാണ് ആത്മോപനയനം തന്നെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ സത്യം ചെയ്തിട്ടുണ്ടെന്നുള്ള ഇതൊക്കെ രുക്മിണിയോട് പറഞ്ഞു ബ്രാഹ്മണൻ. അത് കേട്ടപ്പോഴേക്ക് സന്തോഷമായി രുക്മിണിക്ക്. തമാഗതം സമാജ്ഞായ വൈദഗ്ധീഹൃഷ്ടമാനസ ന പശ്യന്തി ബ്രാഹ്മണായ പ്രിയമന്യൽ നാമസ. തമാഗതം സമാജ്ഞ, ഭഗവാൻ വന്നിട്ടുണ്ട് തന്നെ കൊണ്ടുപോകാൻ മനസ്സിലാക്കിയിട്ട് ഹൃഷ്ടമാനസ, അത്യന്തം സന്തോഷിച്ച മനസ്സോടുകൂടിയുള്ള സാ വൈദർഭി, ആ വിദർഭ രാജകുമാരിയായിട്ട് രുക്മിണി ബ്രാഹ്മണായ പ്രിയം, ബ്രാഹ്മണന് എന്താണ് ഇനി സന്തോഷമായിട്ട് ആ ബ്രാഹ്മണന് പ്രിയമായിട്ട് താൻ എന്താ കൊടുക്കുക? വേറെ ഒന്നും കാണാണ്ട് അന്യൽ ന പശ്യന്തി, വേറെ ഒന്നും കാണാണ്ട് എന്തേ ചെയ്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു സാഷ്ടാംഗ നമസ്കാരമാണ് ചെയ്യുന്നത്. അതാവാ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അങ്ങോട്ട് നമസ്കരിച്ചു എന്ന് പറയുകയാണ്. ഇതിലധികം ശ്രേയസ്കരായിട്ട് ഒന്നുമില്ല എന്നാണ് ശ്രീധരീയത്തിലെ ആശയം. അതായത് സമ്പൽ സമിത്രി ഉണ്ടാകും എന്നിരിക്കെ ആ ലക്ഷ്മി ഭഗവതി എന്നെ ഇങ്ങോട്ട് നമസ്കരിച്ചാൽ അതിലും വലിയ ആഗ്രഹം എന്താണ്, ശ്രേയസ് എന്താണ് ഉള്ളത് ചോദിക്കുക. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതായിരുന്നു രുക്മിണിയുടെ നമസ്കാരം എന്നാണ് ശ്രീധരാചാര്യ പറയുന്നത്. പ്രാപ്തോ ശ്രുത്വാ സ്വദുഹിതു ഉദ്വാഹ പ്രേക്ഷണോത്സുകവും അഭ്യയാൽ തൂയഘോഷേണ രാമകൃഷ്ണവൂ സമയണൈ. ഈ സമയത്ത് രാമകൃഷ്ണന്മാര് സ്വദുഹിതു ഉദ്വാഹ പ്രേക്ഷണോത്സവവും, തൻ്റെ പുത്രിയുടെ ആ വിവാഹോത്സവാഘോഷം കാണാൻ ഉത്സുകരായിട്ട് പ്രാപ്തവും ശ്രുത വന്നിട്ടുണ്ടെന്ന് കേട്ടിട്ട് ഭീഷ്മകൻ തൂര്യഘോഷേണ വാദ്യഘോഷങ്ങളോട് ചെന്നിട്ട് സമരിഹണി നല്ല പൂജാസാധനങ്ങളോടിയിട്ട് അവരെ എതിരേറ്റ് ചെന്ന് സ്വീകരിച്ചു കൊണ്ടുവന്നു. എന്നിട്ടോ മധുവർക്കമുപാനീയ വാസാംസി വിരജംസി സ ഉപായനാന്യഭീഷ്ടാനി വിധിവൽ സമപൂജയൽ. അവർക്ക് രണ്ടുപേർക്കും മധുവർക്കം വിരജാംസി വാസാംസിജ, നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ, അഭീഷ്ടങ്ങളായിട്ട് തിരുമുൽക്കാഴ്ചകൾ അതൊക്കെ കൊണ്ടുവന്ന് വേണ്ട പോലെ അവരെ പൂജിച്ചു. എന്നിട്ടോ തയോർനിവേശനം ശ്രീമൽ ഉപകൽപ്യ മഹാമതി സൈന്യയോ സാനുവയോ രാദിത്യം വിദതേയഥാ. മഹാമതി മഹാബുദ്ധിമാനായിട്ടുള്ള ഭീഷ്മകൻ സൈന്യയോ സാനുവയോ, സൈന്യങ്ങളോടും അനുഗാമികളോടും കൂടിയ തയോ, അവർക്ക് രണ്ടുപേർക്കും ശ്രീമൽ നിവേശനം, സുഖോപകരണങ്ങളാൽ ഏറ്റവും സമൃദ്ധമായിട്ടുള്ള ഒരു പാർപ്പിടം തന്നെ ഏർപ്പാടാക്കിയിട്ട് യഥാ വേണ്ട രീതിയിലുള്ള ആതിഥ്യം ചെയ്തു അവർക്ക് എന്ന് പറയുകയാണ്. അതായത് ആ ശിശുപാലിന് വേറൊരു സ്ഥലം കൊടുത്തതെന്ന് പറഞ്ഞാൽ ശരിക്ക് ആ വരന് വേണ്ടുള്ള ആ ഗൃഹം ഉണ്ടല്ലോ, അത് കൃഷ്ണൻ രാമനുമാണ് അദ്ദേഹം കൊടുത്തതെന്നാണ് അവിടെ സൂചന. അതായത് ശിശുപാലിന് രണ്ടാം സ്ഥാനേ ഈ ഭീഷ്മകൻ കൊടുത്തത്. കാരണം ഭീഷ്മകന്റെ മനസ്സിലും ശ്രീകൃഷ്ണൻ രുക്മിണിയെ പരിണയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നാണ് ഇന്ന് കാണുന്നത്. ഏവം രാജ്ഞാം സമേതാനം യഥാ വീര്യം യഥാ വയ യഥാ ബലം യഥാ വിത്തം സർവൈ കാമൈ സമരിഹയൽ. ഏവം സമേതാനാം രാജ്ഞാം, ഇപ്രകാരം തന്നെ അവിടെ വിവാഹത്തിൽ പങ്കുകൊള്ളാൻ വന്നിട്ടുള്ള മറ്റു രാജാക്കന്മാരെയും അവരുടെ വീര്യത്തിനും അവരുടെ പ്രായത്തിനും അവരുടെ സൈന്യശക്തിക്കും അവരുടെ ധനത്തിനുമൊക്കെ അനുസരിച്ച് എല്ലാ ആഗ്രഹങ്ങളും അവർക്ക് നേടുമാറ് വേണ്ട രീതിയിൽ അവരൊക്കെ സൽക്കരിച്ചു. കൃഷ്ണമാഗതമാകർണ്യ വിദർഭപുരവാസിന ആഗത്യ നേത്രാഞ്ജലിഭി തന്മുഖമംഗജം. ഭഗവാനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട്. അവര് ഭഗവാൻ അവിടെ കൃഷ്ണം ആഗതം ആകർണ്യ, ഭഗവാൻ അവിടെ വിവാഹ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ട് വിദർഭ നഗരവാസികൾ എങ്ങനെയാണ് വേഗം വന്നിട്ട് നേത്രാഞ്ജലിവി, തങ്ങളുടെ കണ്ണുകളാവുന്ന കൈക്കുമ്പിളുകളാൽ തന്മുഖഭംഗ, ഭഗവാന്റെ മുഖോൽപ്പത്തി അങ്ങനെ പാനം ചെയ്തു അവര് എല്ലാവരും, വിദർഭവാസികൾ എല്ലാവരും. എന്നിട്ടോ തസ്യൈവ അസ്യൈവ ഭാര്യാപവിതും രുക്മിണ്യർഹതി നാപരാ അസൗവ പനവദ്യാത്മാ
വൈഷ്ണ്യ സമുചിത പതി. അപ്പോഴവരുടെ മനസ്സിലൊക്കെ എന്തേലും ചിന്ത ഉണ്ടായത്, അസ്യ ഭാര്യാഭവിതും രുക്മിണീയേവ അർഹതി. ഇത്ര ശ്രേഷ്ഠനായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ഇരിപ്പാൻ നമ്മുടെ രുക്മിണി ദേവിക്ക് തന്നെ അർഹതയുള്ളൂ, അവരാണ് മറ്റൊരുവൾക്കും ഇല്ല എന്ന് അവർ ചിന്തിച്ചു. എന്ന് മാത്രമല്ല, അനവദ്യാത്മ നിഷ്കളങ്കനായിട്ടുള്ള ആസോപി ഇദ്ദേഹവും വൈഷ്ണ്യ സമുചിത പതി, നമ്മുടെ രുക്മിണി ദേവിക്ക് ഏറ്റവും യോജിപ്പുള്ള ഭർത്താവ് പതി ഇദ്ദേഹം തന്നെയാണെന്ന വിദർഭാവാസികൾ. അതായത് രുക്മിണിക്ക് കൃഷ്ണനും കൃഷ്ണനിക്ക് രുക്മിണി അല്ലാണ്ട് വേറെ ആരും ചേരില്ല എന്ന് അവരെല്ലാ വിദർഭാവാസികളെല്ലാവർക്കും അങ്ങോട്ട് ഉറപ്പിച്ചു കേട്ടോ. കിഞ്ചിൽ സുഹരിതം എന്ന സ്തേന ദുഷ്ടസ്ത്രീലോകൾ അനുഗൃണ്ണാതു ഗൃണ്ണാതു വൈദർഭ്യാപാടി വച്ചുത. എന്നിട്ട് അവര് എല്ലാവരും ആ ജഗദീശനോട് പ്രാർത്ഥിക്കുകയാണ്, നമുക്ക് കിഞ്ചിൽ സുചരിതം യൽ, നമ്മൾ എല്ലാവരും എന്തെങ്കിലും സുഹൃത ലേശം ചെറുതായിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് സന്തുഷ്ടനായി തീർന്നുള്ള ത്രിലോകൻ, ഈ 3 ലോകത്തിന് സൃഷ്ടികർത്താവായിട്ടുള്ള ആ ഭഗവാൻ അച്യുത വൈദർഭ്യ പാണിം ഗൃണ്ണാതു, ഭഗവാൻ രുക്മിണി ദേവിയുടെ ആ പാണി ഗ്രഹണം ചെയ്ത് കൊള്ളട്ടെ, അതിനെ അനുഗ്രഹിക്കണേന്ന് അവരെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അതായത് ഇതിൽ ജഗന്നാഥൻ ശ്രീകൃഷ്ണനെ കൊണ്ട് രുക്മിണിയുടെ പാണിഗ്രഹണം ചെയ്യുന്ന പ്രാർത്ഥിക്കണം. ആ ജഗന്നാഥൻ ആരാണ്? ആ തങ്ങൾ പ്രാർത്ഥിച്ചു വെച്ചാൽ ജഗന്നാഥനായിട്ടുള്ള ഭഗവാൻ തന്നെ വന്ന് രുക്മിണിയുടെ പാണിഗ്രഹണം ചെയ്യണേന്നാണ് അവരുടെ ആ പ്രാർത്ഥനയുടെ സാരം. ഏവം പ്രേമകലാപത്താ വദന്തി സ്മ പുരൗകസ കന്യാചാന്തപുരൽപ്രാഗൽ ഭൈർഗുപ്താംബികാലയം. ഇപ്രകാരം പ്രേമകലാബദ്ധാവ് ആ ജനവാസികളെല്ലാം പുരവാസികളെല്ലാം ഇങ്ങനെ ആ ഭഗവാനിലെ പ്രേമാധിക്യം കൊണ്ടും തങ്ങളുടെ നമ്മുടെ രാജകുമാരിയായിട്ട് രുക്മിണി ദേവിയിലുള്ള സ്നേഹം കൊണ്ടും ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് രുക്മിണി ദേവി രാജഭടന്മാരാൽ അങ്ങനെ ചുറ്റപ്പെട്ടവളായിട്ട് എങ്ങനെയാണ് അന്തപുരത്തു നിന്നാണ് പുറത്ത് കിടന്നിട്ട് അംബികാലയം പ്രാകാൽ ദേവീക്ഷേത്രത്തിലേക്ക് ദേവിയെ ദർശിക്കാനും തൊഴുകാനുമായിട്ട് പൂജിക്കാനുമായിട്ട് അങ്ങോട്ട് പോയി. പദ്യം വിനിർയയൗ ദ്രഷ്ടും ഭവാന്യാപാദവല്ലഭം സാചാനുധ്യായതീ സമ്യൻ മുകുന്ദചരണാംബുജം യതവം മാതൃഭിസ്സാർദ്ധം സഖീവി പരിവാരിത രാജവടൈശൂരൈ സന്നദ്ധൈരുദ്യതായുധൈ മൃദംഗ ശങ്കപണവാ തുര്യഭേദഗ്നി. എങ്ങനെയാണ് ഒരു ഘോഷയാത്രയായിട്ടാണ് അങ്ങനെ ആ രുക്മിണി ആ ക്ഷേത്രത്തിലേക്ക് അങ്ങനെ ഭഗവതിയെ തൊഴുകാൻ പോണത്. ആ പദ്യം കാൽനടയിട്ടാണ് പോണത് കേട്ടോ. സന്നദ്ധൈ ഉദ്യതായുധൈ ശൂരൈ രാജപടൈ ഗുപ്താച, നല്ല യുദ്ധസന്നദ്ധന്മാരായിട്ട് ആയുധങ്ങളൊക്കെ കയ്യിലേന്തിയുള്ള ശൂരന്മാരായിട്ടുള്ള ഭടന്മാരാൽ അങ്ങനെ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടാണ് അവൾ മുകുന്ദചരണാംബുജം അനുധ്യ എപ്പോഴും ആ ഭഗവാൻ മുക്തിതനായിട്ടുള്ള ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ തന്നെ അങ്ങനെ ധ്യാനിച്ചുകൊണ്ടാണ് എന്നിട്ടോ യഥവാ മൗനം വ്രതത്തോട് കൂടിയിട്ട് സഖീവി പരിവാരത തൻ്റെ തോഴിമാരൊക്കെ ചുറ്റുമുണ്ട് അവരോടൊക്കെ കൂടി ഭവാന്യാപാദവല്ലഭം ദ്രഷ്ടും സാക്ഷാൽ ശ്രീ പാർവതീദേവിയുടെ ആ ശ്രീപാദവൽപ്പത്തെ ദർശിക്കാൻ വേണ്ടിയിട്ട് മാതൃവിസാർദ്ധം മാതാക്കന്മാരോടൊത്ത് ആ ഒരു സ്ത്രീ വളരെ നല്ല ശ്രേഷ്ഠകളായിട്ടുള്ള സ്ത്രീ ഗൃഹത്തിലുള്ള അമ്മ വല്യമ്മമാർ അവരൊക്കെ ഉണ്ടല്ലോ അവരോടൊക്കെ കൂടിയിട്ട് എങ്ങനെയാണ് കാൽനടയായിട്ടാണ് യാത്ര. പദ്യം വിനിർയയൗ കാൽനടയായിട്ടാണ് യാത്ര. ഒപ്പം തന്നെ മൃദംഗ ശംഖ പണവ തൂര്യ ഭേര്യ ച, മൃദംഗം ശംഖ മദ്ദളം തൂര്യം ഭേരി ഇങ്ങനെയുള്ള വാദ്യങ്ങളൊക്കെ അങ്ങനെ നോക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നാനോപഹാരബലിഭിർ ഭാരമുഖ്യാ സഹസ്രശ സ്രഗന്ധവസ്ത്രാഭരണൈർ ദ്വിജപത്ന്യ സ്വലംകൃതാ ഗായന്തശ്ച സ്തുവന്തശ്ച ഗായകാവാദ്യവാദക പരിവാര്യവധൂം ജഗ്മു സുതമാഗതവന്ദിനാ. ആ ഘോഷയാത്രയിൽ നാനോപഹാര വെലിപ്പി പലവിധത്തിലുള്ള നൈവേദ്യ സാധനങ്ങൾ പൂജാസാമഗ്രികളൊക്കെ ആയിട്ട് സഹസ്രശ വാരമുഖ്യ അനവധി വാരസ്ത്രീകൾ അങ്ങനെ ഇവിടെ കൂടെ ഉണ്ട്. ശ്രഗന്ധ വസ്ത്രാഭരണൈ നല്ല സുഗന്ധമുള്ള പുഷ്പമാലകൾ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഇവ കൊണ്ടും അതൊക്കെ നന്നായി അലങ്കരിക്കപ്പെട്ടുള്ള ദ്വിജപത് ബ്രാഹ്മണ സ്ത്രീകളുണ്ട് കൂടെ. പിന്നെയോ ഗായകാത്ത നല്ല മംഗളഗാനങ്ങളൊക്കെ പാടിക്കൊണ്ടുള്ള ഗായകന്മാരുണ്ട്. സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സൂതന്മാരും ആഗതന്മാർ
വന്തികൾ, ഇങ്ങനെ എല്ലാവരും ഒപ്പം തന്നെ വാദ്യങ്ങൾ വാദിച്ചുകൊണ്ട് തന്നെ കൊട്ടും മേളമായിട്ട് ഇങ്ങനെ മുമ്പിലുണ്ട്. ഇവരെല്ലാവരും കൂടിയിട്ടാണ് വധുവും പരിവാരിജഗ്മു വധുവിനെ അങ്ങനെ ചുറ്റിക്കൊണ്ട് ഇവർ ഘോഷയാത്രയായിട്ടാണ് ഇവരങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആസാദ്യ ദേവീ സദനം ദൗതപാതകരാംബുജ ഉപസ്പൃശ്യ ശുചിശാന്ത പ്രതിവേശാംബികാന്തികം. അങ്ങനെ ദേവീസദനം ആസാദ്യ ദേവീക്ഷേത്രത്തിലേക്കാണ് എത്തിയിട്ട് ദൗതപാതകരാംബുജ കയ്യും കാലൊക്കെ കഴുകിയിട്ട് ഉപസ്പൃശ്യ ആചമനമൊക്കെ ചെയ്ത് ശുചി ദേഹശുദ്ധി വ്യക്തികളായിട്ട് ശാന്ത മനസ്സിനെയൊക്കെ നിയന്ത്രിച്ചിട്ട് അംബികാന്തികം ശ്രീപാർവതി ദേവിയുടെ ആ വൃക്ഷത്തിന് മുമ്പിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. താം വൈ പ്രഭയസോ ബാലം വിധിജ്ഞാ വിപ്രയോഷിത ഭവാനിം വന്ദയഞ്ചക്രു ഭവപത്നിം ഭവന്വിതം. പ്രവയസ വിധിജ്ഞാ വിപ്രയോഷിത. ആ ക്ഷേത്രത്തിൽ ചെന്നതിന് ശേഷം പ്രായമുള്ളവരായിട്ടുള്ള പൂജാവിധികളൊക്കെ നന്നായിട്ട് അറിയുന്നവരായിട്ടുള്ള ബ്രാഹ്മണ സ്ത്രീകൾ താം ബാലാം ആ ബാലികയെ ഭവാന്വിതാം ഭവപത്നിയും ഭവാനിയും വന്ദയാചക്രു പരമേശ്വരനോട് ചേർന്നിരിക്കുന്ന അതാണ് ഭവാന്വിതാം ഭവപത്നിയും പരമേശ്വര പത്നിയായിട്ടുള്ള ഭവാനിയെ ശ്രീപാർവതിയെ വന്ദിപ്പിച്ചു. അതായത് അവിടെ പരമേശ്വരനോട് കൂടി ഇരിക്കുന്നതുകൊണ്ടുള്ള ആ പരമേശ്വരൻ്റെ പ്രതിഷ്ഠയും കൂടി ആ ക്ഷേത്രത്തിൽ നടത്തും. അങ്ങനെയുള്ള ആ ഭഗവതിയാണ് അവിടെ പൂജിപ്പിച്ചത്. ആ ദാമ്പത്യാർത്ഥ ഉമാം സതിം എന്ന് ദ്വിതീയ സ്കന്ധത്തിൽ ശ്രീ ശിവബ്രഹ്മർഷി ഇങ്ങനെ പറഞ്ഞില്ലേ വിധികൾ, ആ വിധിയാണ് ഇവിടെ പ്രായോഗികമാക്കുന്നത്. എന്നിട്ടോ എന്താണ് പ്രാർത്ഥിച്ചത്? നമസ്യേ ത്വാംബികേ വീക്ഷ്ണം സ്വസന്താനയുതം ശിവാം ഭൂയാൽ പതിർമേ ഭഗവാൻ കൃഷ്ണസ്തദനുമോദകം. ഇത് മാത്രമേ ഉള്ളൂ ആ രുക്മിണി ദേവിക്ക് പ്രാർത്ഥന. ഹേ അംബികേ, അല്ലയോ അംബികാദേവി, സ്വസന്താനയുത ആ തൻ്റെ സന്താനങ്ങളായിട്ടുള്ള ഗണേശാദികളോട് കൂടിയിട്ടുള്ള ശിവാം ശിവപത്നിയായിട്ടുള്ള മംഗളസ്വരൂപിണിയായിട്ടുള്ള ത്വാ ഭവതിയെ അഭീക്ഷ്ണം വീണ്ടും വീണ്ടും നമസ്യേ ഞാനിതാ നമസ്കരിക്കുന്നേൻ. എന്താണ് എൻ്റെ പ്രാർത്ഥന? ഭഗവാൻ കൃഷ്ണ ആ ഭഗവാനായുള്ള ശ്രീകൃഷ്ണൻ മേ പതിഭൂയാൽ എൻ്റെ ഭർത്താവായി ഭവിക്കണമേ, തൽ അനുമോദതാം അതിനായിട്ട് ആശീർവദിച്ചരുളയണമേ എന്നാണ് സ്തുതി. അദ്ഭിർ ഗന്ധക്ഷതൈർധൂപൈർ വാസസ്രഗ്മല്യഭൂഷണൈ നാനോപഹാരബലിഭി ദീപാവലിഭി പൃഥക്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ഭി ജലം, ഗന്ധ അക്ഷതൈ ഗന്ധം, അക്ഷതം, ധൂപൈ ധൂപം, വാസസ്രങ് മാല്യഭൂഷണൈ വസ്ത്രങ്ങൾ, പൂമാലകൾ, അതുമാതിരി സ്വർണ്ണ പതിച്ചിട്ടുള്ള രത്നമാലകൾ, മറ്റ് ആഭരണങ്ങൾ ഇതൊക്കെ കൊണ്ട് നാനോപഹാര ബലി പലതരം നൈവേദ്യങ്ങളാലും മറ്റ് പൂജാദ്രവ്യങ്ങളാലും പ്രദീപ ആവലിപി നല്ല ദീപാരാധനകളാലും പ്രത്യേകമായിട്ട് ദേവിയും പരമേശ്വരനെയും പുത്രന്മാരെയൊക്കെ ആരാധിച്ചു. ഈ പൂജ ദേവിക്കും അതുമാതിരി ഗണപതി, സുബ്രഹ്മണ്യൻ, പാർവതി, ശിവൻ എന്ന ക്രമത്തിൽ ഓരോരുത്തർക്കും വെവ്വേറെ നടത്തി എന്നാണ് പറയുന്നത്. എന്നിട്ടോ വിപ്രസ്ത്രീയ പതിമതി തഥാ സമപൂജയൽ ലവണാപോപതാംബൂല കണ്ഠസൂത്രബലക്ഷുഭി. തഥാ അപ്രകാരം തന്നെ പതിമതി വിപ്രസ്ത്രീയ നല്ല സുമംഗലികളായിട്ടുള്ള ആ ബ്രാഹ്മണ സ്ത്രീകളെ തൈ അതുകളാലും ലവണ അപൂപതാംബൂല കണ്ഠസൂത്ര ഫല ഇക്ഷുഭി. ഈ നേരത്തെ ഭഗവാന് പാതയിൽ എന്താണ് അവർക്ക് ബ്രാഹ്മണ സ്ത്രീകളെ പൂജിച്ചു. ഇതേമാതിരി അവർക്കും ജലഗന്ധ പുഷ്പാദികളൊക്കെ സമർപ്പിച്ച ശേഷം ഉപ്പ്, അപ്പം, താമ്പൂലം, മംഗല്യസൂത്രം, പഴം, കരിമ്പ് ഇതൊക്കെ നൽകിയിട്ട് അവരെയൊക്കെ വേണ്ട രീതിയിൽ പൂജിച്ചു. തസ്യൈ സ്ത്രീയസ്താപ്രദതു ശേഷം യുജുരാശിഷ താഭ്യോ ദിവ്യൈ നമശ്ചക്രേ ശേഷം ജഗേ വധൂ. ആ സ്ത്രീ ആ ബ്രാഹ്മണ സ്ത്രീകള് ആ തസ്യൈ ശേഷം പ്രദതു ആ ദേവിക്ക് രുക്മിണി ദേവിക്ക് അതിൻ്റെ പ്രസാദമൊക്കെ നൽകി. എന്നിട്ടോ ആശിഷ യുജു ആശീർവാദങ്ങളൊക്കെ ആ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ച് നൽകി. വധൂതാഭ്യ വധു അവർക്കും ദേവ്യൈ ദേവിക്കും നമശ്ചക്രെ വീണ്ടും നമസ്കരിച്ചു. ശേഷം ജഗൃഹ പ്രസാദത്തേക്ക് സ്വീകരിക്കുകയും ചെയ്തു. മുനിം വ്രതമതത്യക്വാ
നിശ്ചക്രാമാംബികാഗൃഹൽ പ്രഗൃഹ്യ പാണിനാഭൃത്യം രത്നമുദ്രോപശോഭിന. അതിനുശേഷം അതാ മുനിവ്രതം ത്യക്ത മൗനവ്രതത്തേക്ക് ഉപേക്ഷിച്ചിട്ട് രത്നമുദ്രോപശോഭിന പാണിന നല്ല രത്നം പതിച്ചുള്ള മുദ്രമോതിരങ്ങളാൽ അലങ്കൃതമായിട്ടുള്ള തൻ്റെ കൈകളാൽ പാണിന ഭൃത്യം തൻ്റെ തോഴിയുടെ കയ്യിൽ അങ്ങനെ പിടിച്ചുകൊണ്ട് അംബികാഗൃഹാൽ നിശ്ചക്രാമ ദേവി ക്ഷേത്രത്തിൽ നിന്ന് അങ്ങോട്ട് പുറത്ത് കടന്നു. ഇപ്പോൾ അകമ്പടിയൊന്നുമില്ല. ദേവി തൻ്റെ തോഴിയുടെ കയ്യും പിടിച്ചിട്ട് രുക്മിണി ദേവി മാത്രം അങ്ങോട്ട് പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ സൈന്യമൊക്കെ അങ്ങനെ മട്ട് മാറി നിൽക്കുകയാണ്. രണ്ടുപേരും മാത്രമേ കാണാനുള്ളൂ. താം ദേവമായാമിവ വീരമോഹിനിം സുമധ്യമം കുണ്ടലമണ്ഡിലാനനാം ശ്യാമം നിലംബാർപ്പിതരത്നമേഖലം വ്യഞ്ജൽസ്തനിം കുണ്ടളശങ്കിരേക്ഷണം ശുചിസ്മിതം ബിംബബലാധരദ്യുതിർ ശോണായമാന ദ്വിജകുന്ദകുണ്മളാം പദാചലന്തിം കളഹംസഗാമിനിം സിഞ്ചൽ കലാനൂരധാമശോഭിന വിലോക്യ വീരാ മുമുഹു സമാഗതാ യശസ്വിന കൃതഹൃക്ഷയാർദ്ദിത. അങ്ങനെയുള്ള ആ ദേവിയുടെ വിവരണമാണ്. എങ്ങനെയാണ് താം ആ ദേവിയെ എങ്ങനെയാണ് വീരമോഹിനിയും ദേവമായാം ഇവ വീരന്മാരെ കൂടി മോഹിപ്പിക്കുന്ന സാക്ഷാൽ ദേവമായാം ഭഗവന്റെ ആ മായാസ്വരൂപിണി തന്നെയാണ് ഭഗവതി. അതാണ് ആ ദേവമായാം ഇവ സുമധ്യമാം നല്ല ഭംഗിയുള്ള അരക്കെട്ടുകളാണ് ഉള്ളത്, അരക്കെട്ടാണുള്ളത്. കുണ്ടലമണ്ഡിതാനന കർണാഭരണങ്ങളെ കൊണ്ട് അങ്ങനെ ശോഭിക്കുന്ന മുഖം. ശ്യാമാം നല്ല യൗവനപ്രായത്തിലാണ് കാലത്തി എത്തണയുള്ളൂ രുക്മിണി ദേവി. നിതർമ്പ അപ്പിത രത്നമേ അരയിൽ നല്ല മണികാഞ്ചിയോട് അങ്ങനെ കെട്ടിയിട്ടുണ്ട്. വ്യഞ്ജൽ സ്ഥാനിയും നല്ല പൂർണ്ണാവസ്ഥയിൽ വളർന്നിട്ടില്ലാത്ത ആ മാരിടം. കുന്തള ശങ്കിതേക്ഷണം നല്ല കുറുനിരയെ ശങ്കിച്ചിട്ടെന്ന് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണ കണ്ണിണകളങ്ങനെ കുന്തളത്തോട് ഇങ്ങനെ മത്സരിക്കുകയാണ് അങ്ങനെയുള്ള കണ്ണിണകളെ. പിന്നെയോ ആ ശുചിസ്മിത മനോഹരമായിട്ട് പുഞ്ചിരിക്കുന്നവള്. ബിംബഫല അതരദ്യുതി ശോണായമാന ദ്വിജകുന്ദ കുഡ്മളം ആ തൊണ്ടിപ്പഴത്തോട് തുല്യമായിട്ടുള്ള ചുണ്ടിൻ്റെ ശോഭണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ചെറിയ മുല്ലമുട്ടുമാരുള്ള പല്ലുകൾ അങ്ങനെ കാണുന്നുണ്ട്. അത്ര സുന്ദരിയാണ് കേട്ടോ. കളഹംസഗാമി ഒരു അഴക് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഹംസം മെല്ലെ മെല്ലെ കണ്ട നടന്നു മൂല്യ അതുമാതിരി നടക്കുന്നവളാണ്. സിഞ്ചൽ കലാനൂപുര ധാമശോഭിന നല്ല കിലുങ്ങുന്ന ആ നല്ല ഭംഗിയുള്ള ചില പൊൻചിലങ്കുകളുടെ ശോഭ കൊണ്ട് അങ്ങനെ തിളങ്ങുന്ന ആ കാലടി കൊണ്ട് പതാ ചലന്തി നടക്കുന്നവളുമായിട്ടുള്ള താം വിലോക്യ അവളെ കണ്ടിട്ട് സമാഗത യശസ്വിന വീര നേരത്തെ പറഞ്ഞില്ലേ വീരമോഹിനി എന്ന് പറഞ്ഞില്ലേ അതന്നെ ഉണ്ടായത്. അവിടെ വന്നുള്ള പ്രസിദ്ധന്മാരായിട്ടുള്ള എല്ലാ വീരന്മാരും തൽകൃതഹൃച്ഛയാർദ്ദ അവളെ ആ ഒറ്റ നോട്ടാണ് കണ്ട് അപ്പോഴേക്കും അതൊരു കാമവീടയ്ക്ക് വശംവതരായിട്ട് എല്ലാവരും അങ്ങോട്ട് മോഹിതരായിന്ന്. യാം വീക്ഷ്യതേ നൃപതയ തദുദാരഹാസവീടാവലോക കൃതചേതസ ഉജ്ജിതാസ്ത്രാ പേദുക്ഷിതൗ ഗജരദാശ്വഗതാ വിമൂഢാ യാത്രാച്ഛലേന ഹരയേർപയതിം സ്വശോഭാം. എന്താണ് ആലോചിച്ച് നോക്കൂ. ആ എല്ലാവരും അങ്ങനെ തെങ്ങി നിറഞ്ഞു നിൽക്കേണ്ട ജനങ്ങൾ അവരെല്ലാവരും ഗജരഥാശ്വഗത ആനപ്പുറത്ത് രഥങ്ങളിൽ കുതിരപ്പുറത്തൊക്കെയാണ് സ്ഥാനപ്പുറത്ത് ചോർപ്പിച്ചിട്ടുള്ള നൃപതയ ആ രാജാക്കന്മാര് യാത്രാച്ഛലേന ഹരയെ സ്വശോഭാം അർപ്പയതീം യാത്രയാവുകയാണെന്നുള്ള വ്യാജത്തില് ആ സാക്ഷാൽ ശ്രീഹരിക്ക് ആ തൻ്റെ ശോഭയെ മുഴുവൻ സമർപ്പിക്കുന്നവളായിട്ടുള്ള യാം വിദ്യ ആ രുക്മിണി യാതൊരുവളെ കണ്ടിട്ട് അവളുടെ തദുദാരഹാസവ്രീഡാവലോകൃത ചേതസ് അവളുടെ ആ ഉദാരപൂർവമായിട്ടുള്ള മന്ദഹാസം കൊണ്ടും ലജ്ജാവിരുദ്ധമായിട്ടുള്ള നോട്ടം കൊണ്ടും വശീകൃതരായിട്ട് ഉജ്ജിതാസ്ത്ര കൈവിട്ടുപോയ ആയുധങ്ങളോട് കൂടിയിട്ട് വിമൂഢ വല്ലാതെ മോഹിച്ചുകൊണ്ട് ക്ഷീതവും പെയ്തു അവരെല്ലാവരും തങ്ങളുടെ വാഹനങ്ങളിൽ നിന്നും എവിടെ ഇരിക്കണെന്ന് വെച്ചാൽ അവിടുന്ന് അങ്ങോട്ട് നിലത്തേക്ക് അങ്ങോട്ട് വീണു. ബോധം കെട്ടിട്ട് പറയാൻ അത്രയധികം സൗന്ദര്യമായിരുന്നു രുക്മിണി ദേവിക്ക്. അതിലാണ് ഭ്രമിച്ചിട്ട് അവരൊക്കെ താഴെ വീണു എന്ന് പറയുകയാണ്. ശൈവം ശനൈശ്ചലയതി ചലപദ്മകോശൗ തദാ ഭഗവത പ്രസമീക്ഷമാണ ഉത്സാര്യ വാമകരജൈരളകാണവങ്കൈ
പ്രാപ്താൻ ക്രിയൈക്ഷതനൃപാൻ ദദൃശ്യച്യുതം സാ. ദേവി എന്താ ചെയ്തിരുന്നത്? അവരുടെ ഇടയിലേക്ക് അങ്ങനെ നോക്കണത്. ആരെയാണ് ദേവി നോക്കണത്? എൻ്റെ നാഥനായിട്ടുള്ള ഭഗവാനെയാണ് നോക്കണത്. ആണ് ഭഗവത പ്രാപ്തിം പ്രസമീക്ഷമാണ്. ആ ഭഗവാൻ വന്നിട്ട് എവിടെയാണ് നിൽക്കുന്നത് അങ്ങനെ നന്നായി കണ്ടറിയാൻ വേണ്ടി ചില പത്മകോശ ചലിക്കുന്ന ചെന്താർമുട്ടുകളെ പോലുള്ള പാദങ്ങളെ ഇങ്ങനെ ശനൈ മന്ദം മന്ദം ഇപ്രകാരം നീക്കിക്കൊണ്ട് സാ ആ രുക്മിണീ ദേവി ഇങ്ങനെയാണ് വാമകരജൈ തൻ്റെ ഇടം കൈവിരലുകളാൽ ആ അളകാൻ ഉത്സാഹ കുറുനിരകളെ ഇങ്ങനെ മെല്ലെ മാറ്റിയിട്ട് പ്രാപ്താൻ നിവാൻ നൃപാൻ വന്നു ചേർന്ന് രാജാക്കന്മാരേക്ക് അവാങ്കൈ ഹ്രിയ തൻ്റെ കടക്കണ്ണുകളാൽ ലജ്ജയോടെ ഒന്നങ്ങനെ നോക്കി. അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തായാലും വരുന്നല്ല ശ്രദ്ധിച്ചിരുന്നത്. കാരണം സാ അച്യുതം ദൃശേ, അതായത് അങ്ങനെ നോക്കണതിൻ്റെ ഇടയിൽ കണ്ടു ആരെ? അച്യുതനെ ദർശിക്കുകയും ചെയ്തു. താം രാജകന്യം രഥമാരുരുക്ഷതിം ജഹാരകൃഷ്ണോ ദിശതാം സമീക്ഷതാം രഥം സമാരോപ്യ സുവർണലക്ഷണം രാജന്യചക്രം പരിഭൂയ മാധവ. തയോ യയൗ രാമപുരോഗമൈശനൈ ശൃഗാലമധ്യാദിവ ഭാഗഹരി. ഹരേ നാരായണ. രഥം ആരുരുക്ഷതീം താം രാജകന്യാം. ആ ദേവി എന്താണ് ഇങ്ങനെ ഒന്നിങ്ങനെ നോക്കി തൻ്റെ നാഥനായിട്ട് അച്യുതൻ വന്നുള്ളത് അങ്ങനെ കണ്ടു. അച്യുതനെ കണ്ടിട്ട് തൻ്റെ ആ തേരിലേക്ക് അങ്ങനെ കയറുമ്പോഴേക്കും ആ രാജകുമാരിയെ ദ്വിഷതാം സമീക്ഷത, ശത്രുക്കളായാലും എല്ലാവരും ഇങ്ങനെ മിഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അവരെല്ലാം മോഹിച്ചു പോയി പറഞ്ഞില്ലേ, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാധവ ലക്ഷ്മീവല്ലഭനായിട്ടുള്ള കൃഷ്ണ ശ്രീകൃഷ്ണൻ ജഹാര ദേവിയുടെ കയ്യിലങ്ങനെ കയറി പിടിച്ചു എന്നിട്ടോ കഥാ സുവർണലക്ഷണം രഥം തൻ്റെ ആ ഗരുഡാങ്കിത എന്താണ് ഗരുഡധ്വജത്തോടു കൂടിയുള്ള തൻ്റെ തേരിലേക്ക് സമാരോപ്യ കയറ്റിയിട്ട് രാജന്യചക്രം പരിഭൂയ ആ രാജമണ്ഡലം മുഴുവൻ അങ്ങനെ ചുറ്റി നിൽക്കണ്ടേ. അവരെയൊക്കെ തീരെ അവഗണിച്ചുകൊണ്ട് രാമപുരോഗമായി ബലരാമപ്രമുഖരായിട്ട് അനുയായികളോടൊത്ത് ഭാഗഹൽ ഹരി തനിക്ക് അവകാശപ്പെട്ടതിന് ഒരു സിംഹം ശൃഗാലമധ്യ ഒരു കുറുക്കന്മാരുടെ ഇടയിൽ നിന്ന് തൻ്റെ ബലിയെ അപഹരിച്ചിരുന്നു. അതുമാതിരി വേഗം പിടിച്ചെടുത്ത് ശനയ്യയോ സാവധാനം യാത്രയായി ഒട്ടും പരിഭ്രമമില്ല പിടിച്ചെടുത്തു. അതിനുശേഷം അങ്ങനെ ഇടയ്ക്കൂടെ മെല്ലെ അങ്ങോട്ട് പോയി എന്ന് പറയുകയാണ്. സാവധാനത്തിൽ അങ്ങോട്ട് യാത്രയായി. തമ്മാനിന സ്വാഭിഭവം യശക്ഷയം ഹരേ ജരാസന്തവശാനസേഹിരേ അഹോദികസ്മൻ യശാതധന്വനം യോവൈകൃതം കേസരിണം മൃഗൈരിവ. ആ സമയത്തേക്ക് ജരാസന്തവശാ മാനിന പരേ അങ്ങനെയാണ് ജരാസന്ധന്റെ ഭാഗക്കാരും ദുരഭിമാനികളുമായിട്ടുള്ള ശത്രുരാജാക്കന്മാർ തം സ്വാഭിഭവം തങ്ങൾക്ക് പറ്റിയുള്ള ഈ അബദ്ധവും യശക്ഷയവും സ്വീകരിക്കാൻ അങ്ങോട്ട് സഹിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറയണം. ഓ അസ്മാൻ്റെ കഷ്ടം, നമ്മളെ മണ്ടന്മാരല്ലേ എന്നല്ലേ പറയണത്. നമ്മളൊക്കെ വിഡ്ഢികളാണ്. കേസരിണാം മൃഗൈ ഇവ. ഈ സിംഹങ്ങളിലേത് മറ്റു ക്ഷുദ്രമൃഗങ്ങൾ അവർ നേരെ മറിച്ചല്ലേ അവർ പറയുക. സിംഹങ്ങളിലേത് മറ്റു ക്ഷുദ്രമൃഗങ്ങളാൽ ഇവ എന്ന പോലെ ആത്മധന്വനം നമ്മുടെ വില്ലേന്തിയ നമ്മുടെ യശസ്സിൻ്റെ മുഴുവൻ ഈ ഗോപന്മാരിൻ്റെ ഈ ഇടയന്മാരാൽ അപഹരിക്കപ്പെട്ടുകളോ കഷ്ടം തന്നെ. നമുക്കിങ്ങനെ ജീവിച്ചിരിഞ്ഞിട്ട് എന്താ ഫലം എന്നുള്ള രീതിയിൽ അവരൊക്കെയാണ് പെട്ടെന്ന് അങ്ങോട്ട് ഞെട്ടി പുറപ്പെടുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംവിധായം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണീഹരണം നാമ 53-ാധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.